രണ്ട് വാക്ക് ആയുർവേദത്തെക്കുറിച്ച് ചില ധാരണകളും ചില തെറ്റിദ്ധാരണകളും ഉള്ളത് എന്ന് പറയുക നമ്മുടെ പൊതുജനങ്ങൾക്കിടയിൽ ഉള്ള ചില ധാരണകൾ മാറ്റേണ്ടതുണ്ട്. ആയുർവേദം സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. പഴയ ഭാവം രാഗം താളം എന്ന പഴയ ഭാരതത്തിൻ്റെ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ചികിത്സാ പദ്ധതിയാണ്. എല്ലാ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ പൊളിറ്റിക്കൽ ഇന്ത്യയുടെ ഒരു സ്വത്തല്ല. നിരവധി രാജ്യങ്ങൾ ഉൾപ്പെട്ട പഴയ ഭാരതത്തിൻ്റെ ചികിത്സാ സംസ്കാരത്തിൻ്റെ പദ്ധതിയാണ് ആയുർവേദം. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഇതിലേറ്റവും വലിയ ഒരു വെല്ലുവിളി ഉള്ളത് നമ്മൾ തിരിച്ചറിയുന്നതിനും അതിൻ്റെ പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ നടത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് എൻ്റെ ആയുർഗ്രാമം എന്ന പദ്ധതി. ഇത് എല്ലാ കൃഷി സ്ഥലങ്ങളിലും എൻ്റെ ആയുർഗ്രാമം എന്ന് ഇപ്പം ഇവിടെ മലയാളത്തിൽ, കന്നഡ, തെലുങ്ക്, അങ്ങനെ എല്ലാ ബീഹാറിലെ ഹിന്ദിയിലും മൈഥിലി ഭാഷയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൽ അവരുടെ മാതൃഭാഷയിൽ നടുക്കും ഏറ്റവും മുകളിൽ സംസ്കൃതത്തിലും ഏറ്റവും താഴെ മൈ ആയുർവേദിക് വില്ലേജ് എന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളി പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ചികിത്സകന്, ഒരു ആയുർവേദ ഡോക്ടർക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി മരുന്നിൻ്റെ ഗുണനിലവാരമാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ആയുർവേദം എന്ന ഈ സംസ്കൃത വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി വീണ്ടും ഞാൻ പറയുകയാണ്, മരുന്നിൻ്റെ ദൗർലഭ്യം തന്നെയാണ്. ഈ കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ വനങ്ങളിൽ നിന്നും നിരന്തരം ഇത് കൃഷി ചെയ്യാതെ എടുത്ത് കടുത്ത ഔഷധ ദൗർലഭ്യം നേരിടുന്ന കഴിഞ്ഞ ഒരു ദശാബ്ദമാണ് നമ്മുടെ മുന്നിൽ കടന്നുപോയത്. ഇവിടെ പല കമ്പനികളും, ഇന്ത്യക്കകത്തും ഉള്ള പല കമ്പനികളും മരുന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല മരുന്നുകൾ അവർ നിർത്തലാക്കി. പരമാവധി നല്ല ഗുണനിലവാരത്തോടു കൂടിയാണ് എല്ലാ കമ്പനികളും മരുന്നുണ്ടാക്കുന്നത്. പക്ഷേ അവർക്ക് മരുന്നുണ്ടാക്കാനുള്ള മരുന്നില്ലെന്ന് മാത്രമല്ല, ഈവൻ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് പോലും നല്ല മരുന്നുണ്ടാക്കാനുള്ള ക്വാളിറ്റി റിസോഴ്സ് ഇവിടെ ലഭ്യമല്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചില പച്ചമരുന്നുകൾ അങ്ങാടി മരുന്നുകളൊക്കെ കിട്ടാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിസ്ഥിതി വന്നതെന്ന് വെച്ചാൽ, ആരുടെയും ശ്രദ്ധ കിട്ടാതെ വനങ്ങളിൽ നിന്നും ഇത് ശേഖരിച്ച് അത് സസ്റ്റൈനബിൾ അല്ലാത്ത ഹാർവെസ്റ്റിംഗ് നടത്തി വനങ്ങളിൽ നിന്ന് ഇത് കിട്ടാതെയായി. അപ്പോൾ ഇത് കൃഷി ചെയ്യണം എന്നുള്ളൊരു വ്രതത്തോടു കൂടി ഞാൻ കഴിഞ്ഞ 2 ദശാബ്ദത്തിലധികമായിട്ട് ഇത് കൃഷിക്കാരുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ ആയുർഗ്രാമം പദ്ധതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു മെസ്സേജായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൾട്ടിവേഷൻ ഫോർ കൺസർവേഷൻ. വനങ്ങളിൽ ഇനിയുള്ളത് അവിടെ നിൽക്കട്ടെ, ഒരിക്കലും വനത്തിലെ പ്രകൃതിയിലുള്ള ഒരു ചെടിയും നമ്മൾ തുടരുത്, അതെടുക്കരുത്. കാരണം വേരുകളാണ് കൂടുതലും ഇതിൽ വരുന്ന മരുന്നുകൾ. നമ്മൾ ആ മരം അപ്രൂവ് ചെയ്ത് ചിലപ്പം 200-300 വർഷമായിട്ട് നിൽക്കുന്ന മരമായിരിക്കും. അത് നമ്മൾ വേരോട് പറിച്ചെടുത്താൽ അതവിടെ അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതെയാവും. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൃഷിക്കാരുടെ ഇടയിൽ ആദ്യം ഇടവിളയായിട്ട് ഇൻ്റർക്രോപ്പായിട്ട് ഇത് ചെയ്യുകയും പിന്നീട് അവരുടെ നാണ്യവിളയെ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പദ്ധതിയോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട EVGDSൻ്റെ മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നടുമ്പോൾ ഒരിക്കലും ഈ കൂടെ നമ്മളിവിടെ 5000 തയ്യാറ് നടുന്നത് വലിയ പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് ഏതാണ്ട് 40ഓളം ആയുർവേദ ഡോക്ടർമാർ. എൻ്റെ കീഴിൽ ക്ലാസിക്കൽ ആയുർവേദ എന്ന് പറയുന്ന ഈ സിസ്റ്റം ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ച എൻ്റെ സ്റ്റുഡൻറ്റ്, ഞാനൊരു പ്രൊഫസറായിരുന്നു, 2012 രാജിവെച്ചതാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എനിക്ക് 118 ആയുർവേദ ഡോക്ടർമാർ ഈ സിസ്റ്റം, ഈ വൈദ്യസമ്പ്രദായം പ്രാക്ടീസ് ചെയ്യുന്നു. ഒരുപാട് ചലഞ്ചിങ് ഇല്ലസാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 GP ഉണ്ട്, ഞാനടക്കം ജനറൽ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയും. അപ്പോൾ ഒരു പുതിയ ചികിത്സാ സംസ്കാരം വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടും കൂടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്.
ഒപ്പം ഏതാണ്ട് 30ഓളം കൃഷിക്കാർക്കും ഇതിന് ഗുണം ലഭ്യമാണ്. എല്ലാ സപ്പോർട്ടിനും നിങ്ങളുടെ സമയത്തിന് തന്നെ എത്തി എല്ലാ സഹൃദയങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Namaskaram. Ambuja Institute of Ayurvedic Research and Documentation is engaged with farmers at Kattur, Iringalkuda for medicinal plant cultivation. Now we are associated with Vishwa Shanti Foundation and EYGDS. They are supporting us for the cultivation program. Here we are planted nearly 10 species that are very important in Ayurvedic raw drug industry and also in critical ingredients in the classical formulations. Now the volunteers of EY and Vishwa Shanti Foundation are participating for the program for planting the ceremony today here, and we are all in a festive mood that we are doing a great venture for the service to the nation. Okay, for this must be a message also for the next generation, also for other people as a motivation to develop every village by cultivating medicinal plants as agro farming or cash crop, and also our inter crop also we are promoting. Here we are promoting it as an inter crop in between coconut trees and this areca and plantain. We have selected nearly 5 acres land here. 5,000 saplings have been planted that are actually critically, I already told you, medicinal and highly adulterating and substituting in the market. So that challenge also we are meeting here for adding a very good resource for the commodity in Ayurvedic drug industry. Thank you. Jai Hind.